ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൺ. നമുക്കിന്ന് ഇവിടെ ഇതുപോലെ ഒരു നല്ല ഒഴിച്ചുകറി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം വെള്ളരിക്ക, ഒരു മാങ്ങ. ഈ ഒരു മാങ്ങ ആവശ്യമില്ല കേട്ടോ. പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ പകുതി പോലും ചേർക്കത്തില്ല. പിന്നെ പുളി കൂടിപ്പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് പിന്നെ ഒരു മിരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളരിക്ക മിരിയൊക്കെ കൂടിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ച് തയ്യാറാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ പകുതി എടുത്തോളൂ. എന്നുവെച്ചാൽ ഞാൻ പുളിപ്പ് നോക്കിയപ്പോഴേ മാങ്ങയ്ക്ക് കുറച്ച് പുളിയുണ്ട്, അതുകൊണ്ട് പകുതി എടുത്തോളൂ. അപ്പോൾ ആ വെള്ളരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആ മിരിങ്ങയ്ക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ വെള്ളരിക്ക ഒന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കണം. വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ വെള്ളരിക്ക കഴിക്കുന്നത് വെച്ചാൽ വെള്ളരിക്കയ്ക്ക് മാങ്ങയും മിരിങ്ങയ്ക്കും കാര്യം കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ടാണ് ആദ്യം വെള്ളരിക്ക കുറച്ച് മുക്കാൽ ഭാഗം വെന്തതിന് ശേഷം നമുക്ക് പിന്നെ മാങ്ങയും മിരിങ്ങയ്ക്കും കൂടെ ഇട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഈ തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. അതിന് തക്കവണ്ണം നമുക്ക് കറി കിട്ടും, അത്രയേ ഉള്ളൂ. തീരെ കുറയരുത്, തീരെ കുറഞ്ഞാൽ കറി ടേസ്റ്റ് കാണത്തില്ല. അപ്പം നമ്മളിനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. വലിയ പിന്നെ കുറേ ചേരുവകളൊന്നും ആവശ്യമില്ല, പക്ഷെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി ഇടുന്നു. നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ടോളാം. 1.5 സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇത് നല്ല മുളകിൻ്റെ പൊടിയാണെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ 5-6 ചെറിയ ഉള്ളി അങ്ങനെ തൊലിച്ച് കഴുകി വെച്ചിരിക്കുകയാണ്, അതും കൂടെ ഇട്ട് അരച്ചെടുക്കാം. സാധാരണ ഇതിൽ പുളി ചേർക്കും ഈ കറിയിൽ. നമ്മളിപ്പോൾ മാങ്ങ ചേർക്കുന്നതുകൊണ്ട് പുളി ചേർക്കുന്നില്ല. അപ്പോൾ പുളിക്ക് പകരം ഈ മാങ്ങ വേവിക്കുമ്പോഴേ പുളി കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാങ്ങയും മിരിങ്ങയ്ക്കും കൂടെ വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കുറച്ച് വെന്തിട്ടുണ്ട്. പീസ് എടുത്ത് നോക്കാം. മുക്കാൽഭാഗം വെന്തിട്ടുണ്ട്. വെള്ളരിക്ക നല്ലപോലെ വേകണം കേട്ടോ, എങ്കിലേ ആ കറിക്ക് ടേസ്റ്റ് കാണത്തുള്ളൂ. ഇനി മാങ്ങയും മിരിങ്ങയ്ക്കും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നുവെച്ചാൽ ഈ വെജിറ്റബിൾസ് നമുക്ക് വേകണ്ടേ, അതിനുള്ള വെള്ളം വേണം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വേവിക്കുമ്പോഴേ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വെക്കുന്ന മെത്തേഡിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ചിലരാണെങ്കിൽ ആദ്യമേ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ട് വേവിക്കും. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളെയും കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. വേവിട്ട് അപ്പോൾ ഈ മിരിയൊക്കെ തീരെ കുഴഞ്ഞു പോകാതെ നോക്കണം. മാങ്ങ നല്ല രീതിയിൽ വെന്താലും കുഴപ്പമില്ല, എന്ന് വെച്ചാൽ അതിൻ്റെ പുളി നല്ല രീതിയിൽ നമുക്ക് ആ കറിയിൽ കിട്ടും. പക്ഷേ മിരിയൊക്കെ വന്നിട്ട് തീരെ വെന്ത് പോയാൽ അറിയാമല്ലോ, ഇങ്ങനെ നാരായിട്ട് വരും, അത് ശരിയാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് വേകട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഉണ്ടോ നോക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ കൂടെ അങ്ങനെ അടി പിടിച്ചു പോകും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. വെന്ത് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ടോ നോക്കാം. വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്ക നല്ല രീതിയിൽ വെന്ത് കിട്ടി, അതേപോലെ മുരിങ്ങയ്ക്കയും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇത് ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടിപ്പോരുക, തീരെ വെള്ളമായി പോയാൽ കറി ടേസ്റ്റ് കാണത്തില്ല. കുറച്ച് തീരെ വെള്ളവും അല്ല തീരെ കട്ടിയല്ലാത്ത രീതിയിൽ ആയിരിക്കണം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കലക്കി നോക്കാം. കുറച്ച് ഇട്ടിട്ടുണ്ട്. മാങ്ങ
മാങ്ങയിൽ പുളിയുണ്ട്, അതുകൊണ്ട് കണ്ടോ കട്ടിയായിട്ടുണ്ട്. ഈ വെള്ളം ചേർക്കണം. നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാനേ ഉള്ളതല്ലേ, അപ്പോൾ ആ രീതിക്ക് വെള്ളം നോക്കി ഒഴിച്ചോണം. ഇപ്പം നമുക്കിതിൽ പുളിയൊക്കെ നോക്കാം. പുളി പോലെ എരിവ് കറക്റ്റായിട്ടുണ്ട്. പുളി ആവശ്യമുണ്ട്, പക്ഷേ ഈ മാങ്ങയുടെ പുളിപ്പ് ഇനി അതിൽ ഇറങ്ങും കേട്ടോ. കുറച്ച് കൊടുക്കാം. ഉപ്പും കറക്റ്റായിട്ടുണ്ട്. നമ്മൾ ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് കുറേ സമയം ഒന്ന് തിളപ്പിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച ഉടനെ ഓഫ് ചെയ്യാം. പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കണ്ടോ തിളയ്ക്കുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഇനി നമുക്കിതിൽ കടുവറുത്ത് ചേർക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടാകട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കും. മൂന്നാലെണ്ണം മതി. കറിയില്ല. ഇതിനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഉലുവ ആദ്യം തന്നെ ചേർക്കരുത്. ഉലുവ കരിഞ്ഞു പോവുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. അതുകൊണ്ടാണ് ഈ ഉലുവ അവസാനം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ചുവന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. ഇനി നമുക്ക് നമ്മുടെ ഒഴിച്ചെറിയിൽ ചേർത്ത് കൊടുക്കാം. കണ്ടോ നമ്മുടെ സൂപ്പറായിട്ട് തേങ്ങ അരച്ച ഒഴിച്ച് കറി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്.